കുട്ടികളുടെ വീടുകളിലേക്ക് വിളിച്ചു ചോദിച്ച് അവർ ക്ലാരിഫിക്കേഷൻ ചെയ്തു, ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് വിട്ടത് എന്നുള്ളത്. പക്ഷെ അതൊന്നും കേൾക്കാനൊന്നും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. കാരണം അവർക്ക് അവിടെ സംഘർഷം ഉണ്ടാകുന്ന സംഘടന പറയുന്നതനുസരിച്ച് പോലീസ് കൈകാര്യം ചെയ്തത്. നമുക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും, വലിയ വടികളുമായിട്ടൊക്കെ വന്ന് പോലീസുകാർക്ക് പോലും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രവർത്തകരായിരുന്നു സംസാരിച്ചത്. അവർ പറഞ്ഞതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോയത്. ഇതിപ്പോൾ ശരിക്കും പറയും നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കും. നമ്മൾ മനുഷ്യക്കടത്ത് കേരളത്തിലേക്കൊന്നല്ല, അവിടെയുള്ള മധ്യപ്രദേശിലേക്കുള്ള 2 മഠങ്ങളിലേക്ക് പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്ക് കൊണ്ടുപോയതാണ്. ഇത് നമ്മുടെ ആൾക്കാർ കേൾക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല. അവിടെ തന്നെയുള്ള മഠങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി, മാതാപിതാക്കളുടെ സമ്മതത്തോടുകൂടി, കുട്ടികളുടെ സമ്മതത്തോടുകൂടി കൊണ്ടുവന്നു. അതിലൊരു കുട്ടി മാറ്റി പറഞ്ഞെന്ന് പറയുന്നത് ഈ തല്ലും ബഹളവും കാര്യങ്ങളും അവരെ സംഘടനയുടെ ആൾക്കാരൊക്കെ വന്ന് വെച്ചെടുത്തപ്പോൾ ഈ കുട്ടി എന്തോ പേടിച്ചിട്ട് മാറ്റി പറഞ്ഞു. അതിൽ നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ട്, എന്തോ മർദ്ദിക്കുകയൊക്കെ ചെയ്യേണ്ട. അവരെന്തോ ബലമായിട്ട് എഴുതി പേടിച്ചോ, അതാണ് ആ ഒരു കുട്ടിയുടെ മൊഴിക്ക് മാത്രം വ്യത്യാസം വന്നത്. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ഒരു അവർച്ചന നിൽക്കുന്നു ഒരു ഓട്ടോമാറ്റിക് നടക്കില്ല. ഓട്ടോമാറ്റിക് അവർ ക്രിസ്തുമതത്തിൽ തന്നെയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മനുഷ്യക്കടത്തെന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ 2 മഠത്തിലേക്ക് കൊണ്ടുപോകണേനെ എങ്ങനെ മനുഷ്യക്കടത്തെന്ന് പറയാ? അത് ജോലിക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നു, അവർ സംരക്ഷിക്കുന്നു, അവർ അനുവാദത്തോട് കൊണ്ടുപോകുന്നു, ഐഡന്റിറ്റി കാർഡ് രേഖകളെല്ലാം ഉണ്ട്. എങ്ങനെയാണ് പിന്നെ അത് മനുഷ്യക്കടത്തായിട്ട് ചിത്രീകരിക്കുക? ഒരു രീതിയിലും നമുക്കിത് അംഗീകരിക്കാൻ പറ്റാത്ത കേസാണ്.